നമ്മൾ കറിയിലേക്കൊക്കെ തേങ്ങാപ്പാലൊക്കെ എടുക്കാറുണ്ട്. തേങ്ങാപ്പാലെടുത്ത് കുറച്ച് എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അത് പെട്ടെന്ന് കേടുവരും. അപ്പോൾ നമ്മൾ എപ്പോഴും തേങ്ങാപ്പാൽ കുറച്ച് ബാക്കി വന്നാൽ ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ഇതുപോലെ ഫ്രീസറിനകത്ത് വെച്ച് അതൊന്ന് മെൽട്ടാക്കി എടുത്താണ് കുറച്ച് സമയം പുറത്തേക്ക് വെക്കുമ്പോഴേക്കും തന്നെ അത് നല്ലോണം വെള്ളം പോലെ ആയി കിട്ടും കേട്ടോ. തേങ്ങാപ്പാൽ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ബാലൻസ് വന്ന തേങ്ങാപ്പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ ഒരു പുട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിന് യൂസ് ചെയ്ത് നമ്മൾ പുട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടിന് നല്ല അടിപൊളി സോഫ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും.